സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടായ്മയിൽ ഇത് 8ാമത്തെ വെബിനാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിചയ സമ്പന്നത എന്ന് പറയുന്ന ഒരു സംഗതി ഈ വെബിനാർ നടത്തിപ്പിൽ അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് ഇന്നത്തെ വിഷയം അധ്യാപക സംവരണവും അധ്യാപനത്തിന്റെ രാഷ്ട്രീയവും എന്നുള്ളതാണ്. സംവരണം, അധ്യാപക നിയമനത്തിലെ സംവരണം ഉൾപ്പെടെ ഒട്ടേറെ ചർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തില് നമ്മളിപ്പോ അധ്യാപകർ എന്നുള്ള നിലയിൽ അത്യാവശ്യം നല്ല ഒരു ജീവിത നിലവാരത്തിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് പഴയ പൂർവ്വകാലത്ത് അധ്യാപകരുടെ ജീവിതം ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് ഒരു ചരിത്ര പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നേരിട്ടിട്ട് അത് അനുഭവത്തിലുള്ള ആളുകളൊന്നും ഇപ്പോൾ നമുക്കൊപ്പം ഇല്ല. ആദ്യകാലത്തെ അധ്യാപകരുടെ ജീവിത അനുഭവം അവരുടെ എഴുത്തുകളിലൂടെ നമുക്ക് വായിച്ചറിയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ചെറുകാടിന്റെ ജീവിതപാത പോലുള്ള പുസ്തകങ്ങൾ, EP ഗോപാലിന്റെ അഗ്നിപഥങ്ങളിലൂടെ, അതേപോലെ പി കുഞ്ഞികൃഷ്ണ മേനോന്റെ ലേഖനങ്ങൾ, ഇതിലൊക്കെയാണ് പഴയകാല അധ്യാപകരുടെ ജീവിതത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കിയത്. 1869 ഗ്രാൻഡ് വിദ്യാലയങ്ങൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ തുടങ്ങുകയും സർക്കാർ ഗ്രാൻഡായിട്ട് മാനേജർമാരുടെ കയ്യിൽ ഒരു തുക ഏൽപ്പിക്കുകയും അത് അവർക്ക് തോന്നുന്ന വിധത്തിൽ അധ്യാപകർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുള്ള ഒരു പുസ്തകം, കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന പേരിൽ KSP ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വരും. ഗ്രാൻഡ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് അധ്യാപകൻ ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ട് മാനേജറുടെ വീട്ടിലേക്ക് പോകുന്നതും, അവിടെ 12 രൂപ ശമ്പളം അക്വിറ്റൻസിൽ ഒപ്പിട്ടതിന് ശേഷം 2-3 രൂപ മാത്രം കൊടുക്കുകയും ഒപ്പിട്ടത് മുഴുവൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മാനേജർ ചൂരൽ വടിയെടുത്ത് അധ്യാപകനെ അടിക്കുകയും ചെയ്ത സന്ദർഭം ഷൊർണൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതായാലും ഇത്തരം ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അധ്യാപകർ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങൾ വളരെ മുമ്പേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം 1943 ട്രാവൻകൂർ സർവകലാശാല VC ആയിട്ടുള്ള HC പാപ്പൂർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ശുപാർശ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം ഉയർന്നു വന്നിരുന്നു. പിന്നീട് അതാണ് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു പനമ്പള്ളി സ്കീം എന്നുള്ള നിലയിൽ ഇത് സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ വിദ്യാലയങ്ങളെ, എയ്ഡഡ് വിദ്യാലയങ്ങളെ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ പനമ്പള്ളി സ്കീം ആണ് ആദ്യത്തെ EMS ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷ് സ്വീകരിക്കുകയും അതിലൂടെ പിന്നെ പനമ്പള്ളി സ്കീമിനെ ഒന്ന് പുതുക്കിയിട്ട് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ലിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ആ വിദ്യാഭ്യാസ ബില്ല് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അതിശക്തമായ പ്രതിഷേധങ്ങൾ വരികയും വിമോചന സമരം ഉണ്ടാവുകയും അങ്ങനെ സർക്കാർ തന്നെ പിരിച്ചുവിടപ്പെടുകയും ചെയ്ത അവസ്ഥകൾ നമുക്കറിയാം. ഈ വിദ്യാഭ്യാസ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ സുപ്രീം കോടതിയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് പ്രധാനമായും ആ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലയിൽ പറയുന്നത്. പക്ഷെ അതേസമയം സുപ്രീം കോടതി അതിന്റെ സെക്ഷൻ 11 PSC വഴി ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിയമനമാവാമെന്ന് അതിന് 7-അംഗ ബെഞ്ച് വിധിച്ചിരുന്നു. അതിനുശേഷം സർക്കാരൊക്കെ പോയി തുടർന്ന് വന്ന സർക്കാർ വേണമെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ നിയമനം PSCക്ക് വിടാനുള്ള സാഹചര്യം സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരുന്നിട്ട് കൂടി പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കുകയും മാനേജ്മെന്റുകൾക്ക് സർവ്വ അധികാരം നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെ നിന്നിങ്ങോട്ടാണ് ഈ മാനേജ്മെന്റുകളുടെ സർവാധികാരം കൃത്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഒരുപക്ഷെ പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള അധ്യാപക നിയമനവും തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിൽ വന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്.
സാമൂഹ്യ നീതിയാണോ അതോ സാമ്പത്തിക നീതിയാണോ സംവരണത്തിലൂടെ സൃഷ്ടിക്കേണ്ടത് എന്നുള്ള വലിയ ഒരു ആലോചന പലതരത്തിൽ നടന്നു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങൾ സജീവമായിട്ട് ചർച്ച ചെയ്തു വരുന്ന ഒരു സന്ദർഭമാണിത്. ഈ പറയുന്ന സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കോളനികൾ എന്ന പേരിൽ ഒരു പുസ്തകം ഒ പി രവീന്ദ്രന്റെ ഒരു പുസ്തകമുണ്ട്. അതേപോലെ PSC നിയമനങ്ങളിലെ മെറിറ്റ് അട്ടിമറി എന്ന പേരിൽ സുദേശം രഘുവിന്റെ പുസ്തകവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും നിലവിലുള്ള എയ്ഡഡ് നിയമനത്തിലെ രീതിയിലോ സംവരണത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇവിടെയുള്ള മാനേജ്മെന്റുകൾ, പ്രത്യേകിച്ചിട്ട് ജാതി മതം എന്നുള്ള നിലയിൽ കൃത്യമായി ധ്രുവീകരിക്കപ്പെട്ട് കിടക്കുന്ന ഈ മാനേജ്മെന്റുകൾ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് നിയമനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലിലോ സാധ്യത ഇല്ലാത്ത വിധത്തിലേക്ക് പിടിമുറുക്കിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഏതായാലും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളോടുകൂടി വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഹയർ സെക്കൻഡറി അധ്യാപിക ആയ ബിലു സി നാരായണൻ, മഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. കൂടാതെ ഇപ്പോൾ അവര് മലയാളം മിഷൻ കർണാടക സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ്. ബിലുവിനെ നമുക്ക് കേൾക്കാം. അതിനുശേഷം വിശദമായി ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അവസാനം വരെ ഉണ്ടാകണം, ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബിലുവിന്റെ സ്നേഹപൂർവ്വം വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകളോട് കൂടിയ നമസ്കാരം. സമരത്തിന്റെ ഒരു ചരിത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട് കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നതിന്റെ കൂടെ തന്നെ ഈ സംവരണത്തിന്റെ വേറൊരു സാംസ്കാരിക മുഖത്തെ കുറിച്ചുകൂടി മുന്നോട്ട് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം. രണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ തന്നെ വലിയ ഒരു മേഖലയാണ്. ഞാൻ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നേരിട്ട് തന്നെ സംസാരിക്കാൻ കഴിഞ്ഞ ശിവകുമാർ സാറുണ്ട്, പ്രേമചന്ദ്രൻ സാറുണ്ട്, ഒപ്പം തന്നെ സുജിത് കുമാർ സാറുണ്ട്, സ്മിത പന്യൻ, ഇവരെല്ലാവരും തന്നെ നമ്മൾ കുറച്ചെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് അനൗപചാരികമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് സത്യത്തിൽ ഇപ്പോൾ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനുള്ള കൂടുതൽ തെളിച്ചങ്ങൾ എനിക്കും ഉണ്ടായത് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. കാരണം മാത്രം കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ചരിത്രവും അതിന്റെ ദിശയും ഒക്കെ നമുക്ക് അറിയാം. അത് കൂടുതലായിട്ട് നമ്മളെ ഈ ബോധവൽക്കരിക്കേണ്ട ഒരാവശ്യം എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ പക്ഷം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചെങ്കിലും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് സാമുദായിക പങ്കാളിത്തത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക നീതിയുടെ വേറൊരു രീതിയിൽ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഇതിന്റെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ പ്രതിവിവേചനത്തിന്റെ ഒരു രാഷ്ട്രീയം മാത്രമായിട്ട് നമ്മൾ സമരണത്തെ ചുരുക്കേണ്ടതില്ലാത്ത അഥവാ ചുരുക്കിക്കൂടാത്ത ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മേഖലയാണ് അധ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേത് തൊഴിൽ വിഭാഗത്തെയോ നമ്മൾ പ്രൊഫഷണലായിട്ടും അല്ലാതെയുമുള്ള സാങ്കേതികമായിട്ടും അല്ലാതെയുമുള്ള വിവിധ തൊഴിൽ മേഖലകളെ കണക്കിലെടുക്കുകയാണെങ്കിൽ സംവരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സാങ്കേതികമായ സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിനേക്കാളും അപ്പുറത്ത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ തുടർ സംക്രമണം അല്ലെങ്കിൽ എന്താണ് ഒരു രാഷ്ട്ര നിർമ്മാണത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു അടിത്തറയെ രൂപീകരിച്ച് നിർത്തുന്നത്, അതിനെ നിർണയിക്കുന്നത്, അതിനെ വാർത്തെടുക്കുന്ന ഒരു വിഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സംവരണത്തിനൊരു രാഷ്ട്രീയ മുഖം സംവരണത്തിന് ഒരു സാംസ്കാരിക മുഖം കൂടി കൈവരുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് അധ്യാപകർ. ആ അർത്ഥത്തിൽ ആണ് ഇവിടെ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവരണത്തിന് അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നത്. എയ്ഡഡ് ഇപ്പം സർക്കാർ മേഖലയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സംവരണം എങ്ങനെയാണ് PSC റൊട്ടേഷൻ പ്രകാരവും മറ്റെല്ലാ തരത്തിലും അട്ടിമറിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ 2006 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ 12.5% വരുന്ന നായർ വിഭാഗത്തിന് ഒരു സംവരണവും ഇല്ലാതെ തന്നെ മൊത്തം ഉദ്യോഗങ്ങളുടെ 21%, അതായത് ജനസംഖ്യാനുപാതികമായിട്ട് കൈവരേണ്ടതിനേക്കാളും
40.5% അധികമാണ്. മറ്റു മുന്നാക്ക വിഭാഗങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ളത് ജനസംഖ്യ 1.3%. ആനുപാതികമായ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം അവർക്ക് കിട്ടുന്നത് 56.5%. അതായത് 3.1% ജോലി അവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. 56.5% അവർക്കും കൂടുതലാണ്. മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കാകട്ടെ ജനസംഖ്യാ പ്രാതിനിധ്യം 8.2%, ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം 5.8%. അതായത് 41% കുറവിലാണ് കിടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിന് ജനസംഖ്യാ അനുപാതം ജനസംഖ്യയിലുള്ള അവരുടെ ഒരു പങ്കാളിത്തം 9%. ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം 7.6%, 22.6% കുറവ്. ഇനി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ നേരത്തെ സുജിത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മതന്യൂനപക്ഷങ്ങൾ ഈ ഒരു എയ്ഡഡ് മേഖലയിലെ ഒരു പ്രത്യേകയായിട്ട് നിൽക്കുന്നത്, മറ്റെല്ലാ ശ്രമങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് എന്തുകൊണ്ട് അവര് നിൽക്കുന്നു എന്നുള്ളത്. അവർക്ക് ജനസംഖ്യാനുപാതികമായ അവരുടെ പങ്കാളിത്തം 18.3% ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം 20.6%, 11% കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. മുസ്ലിം ജനസംഖ്യാനുപാതികമായിട്ടുള്ള പങ്കാളിത്തം 26.9%, ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം 11.4%, 136% കുറവ്. അപ്പോൾ ഈ ഒരു കണക്ക് ഞാൻ വ്യക്തമായിട്ട് തന്നെ അതിൽ നിന്ന് ഉദ്ധരിച്ചത് നിലവിൽ നമ്മൾ സംവരണം ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും എത്രമാത്രം സംവരണമില്ലായ്മ അല്ലെങ്കിൽ സംവരണത്തിന്റെ അട്ടിമറി ഇപ്പോഴത്തെ വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ നടക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും തന്നെ ജോലിക്ക് കയറിയപ്പോ റിസർവേഷൻ ഇല്ലാതെ തന്നെ ജോലിക്ക് കയറേണ്ട ഒരു റാങ്ക് കിട്ടിയ ഒരു ജോലിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അന്ന് ആദ്യമായി അതായത് 32ാമത്തെ റാങ്ക് കിട്ടിയ ഞാൻ 16ാമതായിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ വലിയ സന്തോഷമായിരുന്നു. ഞാനങ്ങ് ആദ്യം കയറിപ്പോയില്ലേ. പക്ഷെ പിന്നാലെ വരേണ്ട ഒരു പിന്നാക്ക വിഭാഗക്കാരിയുടെയോ കാരന്റെയോ അവസരത്തെയാണ് ഓപ്പൺ മെറിറ്റിൽ കയറി പോകേണ്ട ഞാൻ റിസർവേഷനിൽ കയറിയപ്പോൾ ഇല്ലാതാക്കി പോയത്. ഞാൻ അതിന്റെ വിശദാംശത്തിൽ കടക്കുന്നില്ല. വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. സാറാ ജോസഫിന്റെ വിയർപ്പടയാളങ്ങൾ എന്ന് പറയുന്ന കഥ ഈ ഒരു സമയത്ത് ഓർത്തു പോവുകയാണ്. ദളിത് ജാതിയിൽപ്പെട്ട അധ്യാപകൻ തന്നെയുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ 2ാം റാങ്ക് കിട്ടിയ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവൾക്ക് നേരിട്ട് മെറിറ്റിലേക്ക് കിട്ടാതെ റിസർവേഷനിൽ ഒന്നാമതായിട്ട് കയറുമ്പോൾ അവൾ ചോദ്യം ചെയ്യാണ്, എനിക്ക് 2ാം റാങ്ക് ഉണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ പോകുന്നില്ല? അപ്പൊ അവിടെ പറയുന്നുണ്ട് അതിനേക്കാൾ കൂടുതലാണ് നീ റിസർവേഷൻ വിഭാഗത്തിൽ 1ാം റാങ്ക് ആയിട്ട് പോകും. അപ്പൊ ആ യുക്തി ആൾക്ക് പിടികിട്ടുന്നില്ല. സാങ്കേതികതയുടെ ആ ഒരു വലിയ ഭാഷണത്തിന് മുന്നിൽ, ഒരു റെട്ടറിക്കിന് മുന്നിൽ പകച്ച് വിയർത്തു പോവുകയാണ് അവിടെ ഒരേ ജാതിയിൽപ്പെട്ട അധ്യാപകനായി സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് വന്ന അധ്യാപകനും അത് ആ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലുവെക്കാൻ ഒരുങ്ങുന്ന ആ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടിയും ഒരുപോലെ അവിടെ വിയർത്ത് ഒഴുകുന്നു എന്നാണ് സാർ ടീച്ചറുടെ കഥയിൽ പറയുന്നത്. അപ്പൊ നിലവിലുള്ള സംവരണം തന്നെ അട്ടിമറിക്കപ്പെടുന്നു. ഇനി മറ്റൊരു കണക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അധ്യാപകരുടെ ഏകദേശം ഒരു ശതമാന കണക്ക്, പിന്നെ അധ്യാപക ദിനമായതുകൊണ്ട് തന്നെ ഇന്നത്തെ മാതൃഭൂമിയിൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ തമ്മിലുള്ള ഒരു ഓൺലൈൻ വഴിയായിട്ട് തന്നെ നടന്ന അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിനിമയം. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുടെ ഫോട്ടോകളും അവരെ കുറിച്ചുള്ള എഴുത്തുകളും കുട്ടികൾ പങ്കുവെക്കുന്നു. അപ്പൊ അത് തയ്യാറാക്കിയ ലേഖികയെ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവരും പറഞ്ഞൊരു കാര്യം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഏറ്റവും ക്രീമി ലെയർ എന്ന് പറയാവുന്ന പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നത് സർക്കാർ മേഖലയിൽ നിന്ന് എന്നതിനേക്കാൾ 10ാം ക്ലാസ് വരെയുള്ള കണക്കാണ് പറയുന്നത്. അതായത് അടിത്തറ ഉറപ്പിക്കുന്ന പ്രാഥമിക തലം തൊട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് എത്രയൊക്കെയാണ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ പങ്കാളിത്തം എന്നത് അത് നമുക്ക് ഏകദേശം അറിയാവുന്നതൊക്കെ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അതൊന്ന് പറയാം. സർക്കാർ മേഖലയിലെ 26.26% മൊത്തം അധ്യാപകർ. എയ്ഡഡ് മേഖലയിൽ 42.33% അത്. അംഗീകൃത പ്രൈവറ്റ് അൺഎയ്ഡഡ് മേഖലയിൽ 26.20%. അതായത് എയ്ഡഡും അൺഎയ്ഡഡും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇതിലെ മഹാഭൂരിപക്ഷം 80% അധ്യാപകർ. അപ്പൊ ഈ 80% അധ്യാപകരുടെ കയ്യിൽ കൂടെയാണ് പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്കൂളുകളുടെ എണ്ണം വെച്ചിട്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓരോ വർഷവും കണക്കുകൾ പുറത്തിറക്കാറുള്ളത്. ഇത്ര ശതമാനം കുട്ടികൾ കൂടുതലായിട്ട് വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. മൊത്തത്തിൽ പൊതുവിദ്യാഭ്യാസം എന്നുള്ള ഒരു ടേം സംജ്ഞ നമ്മൾ അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഈ പൊതുവിദ്യാലയം എന്ന് പറയുന്നതിനകത്ത് സർക്കാരും എയ്ഡഡും കൂടി ചേരുന്നതാണ്. അതിൽ സർക്കാർ വിദ്യാലയങ്ങൾ എത്ര,
എയ്ഡഡ് വിദ്യാലയങ്ങൾ എത്ര എന്നുള്ള കണക്ക് വേർതിരിച്ച് നമ്മൾ ആ സമയത്ത് പറയാറുണ്ട്. അതായത് പറഞ്ഞു വരുന്നത്, നാമമാത്രമായെങ്കിലും സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വിഭാഗങ്ങളിൽ എത്തിപ്പെടുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് കണക്കുകളെ ഇഴകീറി പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ചിത്രം അതാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയാണ്. ഒരു 5 തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ആക്കുകയാണെങ്കിൽ, ഒന്നാമത് സർക്കാർ സ്കൂളുകൾ, 2 സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ, മൂന്നാമത്തേത് DPI ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിലോട് അഫിലിയേറ്റ് ചെയ്ത, അതായത് നേരത്തെ പറഞ്ഞ കണക്കിൽപ്പെടുന്ന സ്കൂളുകൾ ഈ DPIയിൽ അഫിലിയേറ്റ് ചെയ്ത, രജിസ്റ്റർ ചെയ്തവയുടെ കണക്കുകൾ മാത്രമാണ്. നാലാമതൊരു വിഭാഗം കൂടിയുണ്ട്, ഇത്തരത്തിലുള്ള യാതൊരു അഫിലിയേഷനും കൂടാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾ. ഇവരുടെ കണക്ക് നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. മിക്കവാറും ഈ വിദ്യാലയങ്ങൾ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഉള്ള ഇടങ്ങളിലാണ്. നമ്മളൊക്കെ തന്നെ വീട്ടിനടുത്ത് പരിശോധിച്ചാൽ അറിയാം, കൂണുപോലെ മുളച്ചു പൊന്തിയത് എന്ന് നമ്മൾ ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞ അത്തരം സ്കൂളുകൾ. ഇതൊന്നും ഇങ്ങനെ ഹൈസ്കൂളിലേക്ക് പോകാറില്ല. പക്ഷെ ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെ വാർത്തെടുക്കുന്ന, അല്ലെങ്കിൽ അതിന് അടിത്തറ പാകുന്ന ഈ അവർ അപ്പർ പ്രൈമറി വരെയുള്ള ഈ സമയത്ത് ഈ പറയുന്ന DPIയോട് അഫിലിയേറ്റ് ചെയ്യാത്ത, അതായത് സർക്കാർ രീതിയിലും മറ്റ് പഠനം നടത്തുന്ന ഏജൻസികൾക്കും ഒന്നും മുഴുവനായിട്ട് വ്യക്തമായിട്ട് കിട്ടാത്ത കണക്ക് ആണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന സ്കൂളുകളുടേത്. 5ാമത്തേത് നവോദയ, കേന്ദ്രീയ, സൈനിക സ്കൂളുകൾ അടങ്ങുന്ന വിഭാഗമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വേഗാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര നയങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സംവരണ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ നിയമനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ചുരുക്കി നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ, ഈ 80% വരുന്ന അധ്യാപകർ, ഇനി സ്കൂളുകളുടെ എണ്ണം കൂടി ഒന്ന് ചേർത്ത് പറയാം. അതായത് സ്കൂളുകളുടെ എണ്ണം സർക്കാർ മേഖലയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പക്ഷെ ആനുപാതികമായിട്ട് വളരെ കുറവാണെന്ന് വേണം പറയാം. അപ്പം ഇത്രമാത്രം അധ്യാപകർ സർക്കാർ മേഖലയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ സ്കൂളുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും, ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണം ചുറ്റുവട്ടത്തുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ ഒക്കെ കൂടി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവായി. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ +2, വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, +2ലേക്ക് വരുമ്പോൾ ചിത്രം മാറുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, 10ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ വേണ്ടാതെ കിടക്കുന്ന, അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ തന്നെ +2 അഡ്മിഷൻ ആകുന്ന സമയത്ത് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കൂടുതലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ നിറഞ്ഞ ക്ലാസ് മുറികളോടുകൂടി പഠനം നടത്തുന്ന +2 വിഭാഗത്തിന്റെ തൊട്ടുപുറത്ത് 10ഉം 14ഉം കുട്ടികളെ 121 കുട്ടികളാണ് എന്റെ സ്കൂളിലെ മൊത്തം കണക്ക്. ഞാൻ എല്ലാവർക്കും ഇത് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ 10ാം ക്ലാസ് വരെ ഉള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും കാണുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികളെ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു അധ്യാപന വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയാണ്. ഇവർ ഏത് തരത്തിലുള്ള ഒരു ക്ലാസ് റൂം ബോധവൽക്കരണമാണ്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ മണിക്കൂറുകളാണ് ഇപ്പോൾ നമ്മൾ സാംസ്കാരിക രംഗത്ത് വലിയ വിമർശനങ്ങളായിട്ടൊക്കെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക് കളമൊരുക്കുന്ന ഒരു തൊഴിൽ സമയമായിട്ട്, അല്ലെങ്കിൽ അധ്യയന സമയമായിട്ട് കൂടി മാറുന്നത്. ഇപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ ഫലപ്രദമായ ഒരു ചെറുത്തുനിൽപ്പിലേക്ക് ജനതയെ നമുക്ക് ഏകോപിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആഷിന്റെയും സുദേശിന്റെയും ഒക്കെ പുസ്തകങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടും എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽ നിന്ന് തന്നെ സംഘടനാപരമായിട്ടും ഒക്കെ ഏകോപിച്ചുകൊണ്ട് PSC റൊട്ടേഷനിൽ ഒരു ശാസ്ത്രീയ വിശകലനം വേണം, ഒരു കമ്മിറ്റിയെങ്കിലും വയ്ക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാരുടെ ജാതി തിരിച്ചുകൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് എന്തുകൊണ്ട് സെൻസസിന്റെ ഭാഗമായിട്ടെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല? അപ്പൊ ഇങ്ങനെ സാങ്കേതികമായിട്ട് കണക്കുകൾ ഡേറ്റഡ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു 80% വരുന്ന ഈ സർക്കാർ ഇതര മേഖലകളിൽപ്പെട്ട അധ്യാപകരാണ് സത്യത്തിൽ ഒരു കഴിഞ്ഞ 20ലേക്ക് തന്നെ വേണമെങ്കിൽ അതിനെ കൂട്ടാമെന്ന് തോന്നുന്നു, ഒരു 15-20 വർഷമായിട്ട് കേരളത്തിന്റെ ഒരു പുതുതലമുറ പോളിറ്റിയെ, അല്ലെങ്കിൽ ഒരു പുത്തൻ തലമുറയുടെ ആ ഒരു സംവേദനത്വത്തെ വാർത്തെടുക്കുന്ന ഒരു സാംസ്കാരിക ഒരു നിർമ്മിതി കേന്ദ്രങ്ങളായിട്ട് മാറുന്ന ഈ ക്ലാസ് മുറികൾക്കകത്ത് സംവരണം ഇല്ലാതിരിക്കുന്നത്, ആ ഒരു സംവരണത്തിലെ ഒരു ചോദ്യം പോലും നമുക്ക് ഫലപ്രദമായിട്ട് ഉയർത്താൻ, അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്, അത് നമ്മുടെ അധ്യാപകർ മാത്രമല്ല, കേരളത്തിന്റെ ഒരു പൊതുവായ സാംസ്കാരിക രംഗത്ത് തന്നെ ഉള്ളവർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ PSCക്ക് വിടണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആവശ്യത്തിൽ നിന്ന് വേറിട്ടിട്ടല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത് തോന്നിയേക്കാം. ശരിയാണ്, അതായത് PSC നിയമനങ്ങൾ ആയിരിക്കണം
എയ്ഡഡ് മേഖലയുടേത് എന്ന് പറയുന്ന സമയത്ത് അത് എവിടെയും എത്താത്ത ഒരു വലിയ കീറാമുട്ടിയായിട്ട് അതോടെ അവശേഷിക്കും. പക്ഷെ 50% ഈ പറയുന്ന ന്യൂനപക്ഷ മത പരമായിട്ടുള്ള സംഘടനകളുടെ തന്നെ കുത്തകയായിട്ട് ഇരുന്നോട്ടെ, ബാക്കി 50-ലെങ്കിലും സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളായിക്കൂടെ ഇന്ന് ഒരു ഇടത്തട്ട് സമീപനം, ഇതിന് രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രായോഗിക സമീപനം നമുക്കായിക്കൂടെ എന്നുള്ളതാണ്. ഇത് അധ്യാപകർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു തുരുത്തുപോലെ കേരളം ഇവിടെ ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ സംവേദനം കൊണ്ടും ഇവിടെ നിലനിന്ന് പോയിട്ടുണ്ട് എങ്കിൽ ഒരു ജനനീതിയുടെ പക്ഷത്ത് ഇന്നും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തെ ഇനിയും തോന്നി അത് പോകാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയില് സംവരണം കൂടിയേ കഴിയും. കാരണം ഈ കുട്ടികളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഇവരാണ് മറ്റെല്ലാ മേഖലകളിലേക്കും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ അവരെ കാണുന്ന അധ്യാപകരിലെ ഈ ഒരു സംവരണം കൊണ്ടുവരാതെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഇനി നമുക്ക് ജനാധിപത്യ അല്ലെങ്കിൽ ഭരണഘടന വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ ജനങ്ങൾക്കൊരു ഒരു ഉണർവിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ നമുക്ക് വെറും പറയാനേ സാധിക്കൂ. അപ്പൊ ഇതൊരു ഇടത്തട്ട് സമീപനം എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ PSCക്ക് വിടാതെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നമുക്ക് ഒരു മുറവിളിയായിട്ട് മാത്രം അവശേഷിക്കുകയാണല്ലോ. അപ്പൊ ഇതാണ് അതിൽ സാങ്കേതികമായിട്ട് പറയുന്നത്. ഈ അധ്യാപക സംവരണം എന്ത്, എങ്ങനെ, അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിന്റെ ഒരു സാങ്കേതികതയായിട്ട് ഇത്രയാണ് പറയുന്നത്. ഇനി ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാംസ്കാരിക മുഖത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്റെ തന്നെ ഒരു അനുഭവം, എന്റെ വ്യക്തിപരം എന്ന് മാത്രമല്ല നമ്മൾ ഒന്നിച്ച ഒരു സ്റ്റാഫ് റൂമിൽ ഒരു അനുഭവമായിട്ട് പറയാം. അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുള്ള സ്റ്റാഫ് റൂമുകളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയത്തിന് പോലും ഒരു വ്യത്യാസം. ഇപ്പോ സ്റ്റൈപ്പൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് മുറിയിൽ ഒരു നോട്ടീസ് കൊടുത്തയക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അത് ആ കോളനി പിള്ളേരാണ് അല്ലെങ്കിൽ ഇന്ന കോളനിയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അത് കുട്ടികളുടെ മുമ്പിൽ പങ്കിടാൻ തയ്യാറുള്ള ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അവിടുത്തെ മൊത്തം ഈ പറയുന്ന ഒരു ജാതിയുടെയും സവർണതയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു വലതുപക്ഷ വൽക്കരണത്തെ ചെറുത്തു നിൽക്കാനുള്ള ഒരു വലിയ ഉപാധിയായിട്ട് കൂടിയാണ് മാറുന്നത്. ഞാൻ ദൃശ്യത എന്നൊക്കെ ഒരു പേര് വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നും. സോഷ്യൽ മൊബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാമമാത്ര ഈ സംവരണത്തിലൂടെ കുറെയെങ്കിലും ആൾക്കാർ അതിലൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ജോലി കിട്ടി വരുന്ന ആൾക്കാരൊക്കെ തന്നെ ജാതിയെ അല്ലെങ്കിൽ ഈ പിന്നാക്ക അല്ലെങ്കിൽ സംവരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അവരുടെ ജാതീയത ഉണ്ടാവും. ഒരു സാംസ്കാരികമായ ഒരു ജാതീയതയിൽ നിന്ന് അവർ പെട്ടെന്ന് ഒരു മാജിക് പോലെ അതിൽ നിന്ന് അപ്രത്യക്ഷരാകുകയാണ് ചെയ്യുന്നത്. അവർ പെട്ടെന്ന് അദൃശ്യരാണ്. അവർ പിന്നീട് വിസിബിൾ അല്ല. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഇന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് സ്വന്തം കുട്ടികൾക്കും വെറുതെയുള്ളൊരു ജാതി പറച്ചിലല്ല. മറിച്ച് ഇപ്പൊ ചണ്ടാലഭിക്ഷണി പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ തന്നെ പഠിച്ചു വന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഈ അടിച്ചമർത്തലിനെ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു സമുദായത്തിന്റെ തുടർച്ചയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നോ സാന്ദർഭികമായിട്ട്, അതായത് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് ഇടയിൽ തന്നെ ജാതി അല്ലെങ്കിൽ പിന്നാക്ക ജാതീയത ഇത്തരത്തിൽ വരുമ്പോൾ അത് ആ ക്ലാസ് മുറിക്ക് മുന്നിൽ അല്ലെങ്കിൽ അവിടുത്തെ സമാന ജാതിയിലും അല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ അത് ഒരു വേറെ രീതിയിലുള്ള ഒരു ജാതീയ ദൃശ്യതയായിട്ട് അവിടെ വരും. ജാതി എന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ ആ ഒരു സമ്മർദ്ദങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെയുള്ള ഒരു ഒരു വിഷമം തോന്നുന്ന അപമാനഭാരമുള്ള ഒരു സത്തയായിട്ട് മറിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ചലനാത്മകമായ ഭൂതകാലത്തിന്റെ ഭാരങ്ങളിൽ നിന്ന് ഒക്കെ വിട്ട ചരിത്രപരമായിട്ട് നേടിയെടുത്ത വികാസങ്ങളുടെ കൂടി ഒരു ചലനാത്മക സത്തയായിട്ട് അവിടെ ജാതി മാറുകയാണ്. അതായത് സംവരണം എങ്ങനെയാണ് ഒരു സാംസ്കാരിക ദൗത്യം കൂടി നിർവഹിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ക്ലാസ് മുറികളിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇല്ലായ്മ നമ്മുടെ തലമുറകളെ അതിഭീകരമായ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് ഒരുതരം വലതുപക്ഷവൽക്കരണത്തിലേക്കും ഒരു ജനാധിപത്യ വിരുദ്ധതയിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിന്റെ അരാഷ്ട്രീയവൽക്കരണം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ അടിസ്ഥാനം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അധ്യാപന അല്ലെങ്കിൽ ക്ലാസ് മുറികളാണ്. അതുകൊണ്ട് അവിടെ ഒരു പങ്കാളിത്തം, പ്രതിനിധാനം തീർച്ചയായിട്ടും ഈ ജാതീയമായിട്ടുള്ള ഒരു പ്രതിനിധാനം തന്നെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സംവരണത്തെ ഒരു ഉപാധിയായിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും.
ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇപ്പൊ ഒരു സിൻഡ്രല്ലയുടെ കഥ പറഞ്ഞൊരു സമയം ഓർക്കുകയാണ്. അപ്പൊ ഒരു ചെറിയൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെറിയ ക്ലാസ്സാണ് ഒരു പറഞ്ഞപ്പം ഒരിടത്ത് കറുത്ത് സുന്ദരിയായ ഒരു സിൻഡ്രല്ല ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വാചകം പറഞ്ഞ് നിർത്തി. ആ വാചകത്തിൽ നിന്ന് അടുത്ത വാചകത്തിലേക്ക് പോകാനുള്ള സാവകാശം പോലും കിട്ടാതെ, ഞാനത് ഒരു ചന്ദ്രാപിണ്ടിയിലുള്ള ഒരു സ്കൂളിലാണ് ഉണ്ടായത്. എന്റെ സർക്കാർ ജീവിതത്തിന്റെ തുടക്കത്തിൽ സർക്കാർ ഇതിലേക്ക് വരുന്നതിന് മുമ്പുള്ള B.Ed ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ചെറുപ്പ ഒരു സമയത്തെ ഒരു ക്ലാസ് മുറിയായിരുന്നു. അപ്പോൾ അതിനുള്ള ഈ കഥ തുടരുന്നതിനുള്ള സാവകാശം പോലും കിട്ടാതെ ക്ലാസ് മുഴുവൻ ആർക്കുകയാണ്. അയ്യോ, ടീച്ചർക്ക് തെറ്റിപ്പോയി, കറുത്ത സിൻഡ്രല്ലയോ, കറുത്ത സുന്ദരിയാവുകയോ, കറുത്ത സുന്ദരിയായ സിൻഡ്രല്ല ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് ഞാനിപ്പോ ഓർക്കുകയാണ്. ആ സ്കൂളിൽ ഒരുപക്ഷെ ഇപ്പോ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ ചേർന്നെടുക്കുന്ന ഒരു സമയത്ത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരേ ഒരു അധ്യാപിക ഒരുപക്ഷെ ഞാൻ മാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് തീരദേശത്തെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ ഒക്കെ അല്ലെങ്കിൽ അധ്യാപക നിയമനത്തിൽ പോലും അൺഎയ്ഡഡ് മേഖലയിലും പാലിക്കുന്ന ചില മാനദണ്ഡങ്ങളെ കുറിച്ച് വീണ്ടും മറ്റൊരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് അറിയേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നിറത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ വിശദീകരിച്ചു എന്തുകൊണ്ടുണ്ടായിക്കൂടാ, കറുത്ത സെന്ററിൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി എത്താനുള്ള ഒരു വഴി, ഒരു ദിശ നമുക്ക് അവിടെ തുറന്നു വെക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ക്ലാസ് മുറികളിൽ നടക്കുന്ന ഒരുതരം ബാലൻസിങ്. ഇങ്ങനെ ഒരു ക്ലാസ് മുറി കറുത്ത സെന്ററിനെ കുറിച്ചുള്ള പ്രതീകാത്മകമല്ല സത്യത്തില്. ഞാനത് പറയുമ്പോൾ ഞാൻ സ്വയം തിരുത്തുകയാണ്. കറുത്ത സെന്ററില എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പ്രയോഗം കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീച്ചറിലേക്ക് തിരിച്ചു വരാം. ഞാൻ അവരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ പിന്നാക്ക വിഭാഗത്തിൽ എത്ര പേരൊന്നും നേരിട്ട് അറിഞ്ഞില്ലെങ്കിൽ കൂടി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മുന്തിയ സ്കൂളുകൾ പങ്കെടുത്ത ആ ഒരു ഇതിനകത്ത് മുഴുവനായും തന്നെ പാലിക്കപ്പെട്ടിട്ടുള്ളത് ഒരുതരം സവർണ വലതുപക്ഷ കാഴ്ചപ്പാടോട് കൂടിയ അധ്യാപകരുടെ, അല്ലെങ്കിൽ അതെല്ലാം പലർക്കും നന്നായിട്ട് ഇരുണ്ട നിറത്തിലുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുണ്ടെങ്കിൽ തന്നെ അതൊരു ഒറ്റപ്പെട്ട ചില കേസുകൾ മാത്രമായിരിക്കും. അപ്പോ സംവരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സംവരണത്തെ കുറെ കൂടി പ്രായോഗികമായ രീതിയിൽ അധ്യാപന രംഗത്തേക്ക്, പ്രത്യേകിച്ച് ഇതുവരെ ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത എയ്ഡഡ് മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സാംസ്കാരിക രംഗത്ത് അടിസ്ഥാനപരമായിട്ട് നടക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാം. അധ്യാപക ഒരു സംഘടനയാണ് അൺഎയ്ഡഡ് മേഖലയിലുള്ളത്, കേരള അൺഎയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ. അപ്പോൾ അതിന്റെ ഭാരവാഹികളിലേക്ക് എത്തട്ടെ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ടീച്ചറുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറെ ദയവ് ചെയ്ത് ഇത്തരം ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വിഷയമേ അവിടെ പറയും. കാരണം ശമ്പളം കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടി വരുമ്പോൾ പേടിച്ചും പാത്തും പതുങ്ങിയും നിൽക്കുന്ന ഒരു വിഭാഗമാണ് അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർ. അതിനിടയിൽ സംഘടനാ തലത്തിലേക്ക് ഒരു നീക്കം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പൊ സംവരണം എന്നുള്ളൊരു വാക്കുപോലും അവിടെ പറയുന്നതിനെ അവര് ഭയപ്പെടുന്നുണ്ട്. അപ്പോ ഒരു സഹോദര പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ഫ്രറ്റേണിറ്റി നമ്മൾ പറയുമല്ലോ, ഒരു ഐക്യപ്പെടൽ കൂടി നമ്മൾ ഇവിടെ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത് ഒരു ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായ ഒരു പശ്ചാത്തലത്തിൽ എത്തിപ്പെട്ട നമ്മളൊക്കെ തന്നെ ഒരു തുടർ തലമുറയിലേക്കുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയായിട്ട് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ സംവരണത്തെ, അതിന്റെ അതിന്റെ സാംസ്കാരിക യുക്തിയെ കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ. ചർച്ചയാണ് സത്യത്തിൽ ഇനി വേണ്ടതെന്ന് തോന്നുന്നു. ഈ ഒരു ആശയത്തെ മുന്നോട്ട് എത്തിക്കേണ്ടത് ഇത്തരം കുട്ടിച്ചേർക്കലുകൾ കൂടിയാണ്. തീർച്ചയായും ടീച്ചർ വിഷയം വളരെ കൃത്യമായി വിശദമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ചയിലൂടെയാണ് ഇതിനെ പൂരിപ്പിക്കേണ്ടത്. ടീച്ചർ പറഞ്ഞതിൻ്റെ കൂടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, നമ്മൾ തുടക്കത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കുകയും നിയമനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്ത ആ ഒരു സമയത്ത് ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ അവരോട്
മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് 50% അതത് മാനേജ്മെന്റ് സമുദായവും ബാക്കി ഉള്ള 50% നിയമനങ്ങളിൽ മറ്റ് സമുദായക്കാരെയും പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ആ നിർദ്ദേശം ഒരു തരത്തിലും അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒന്ന്, 2016 LDF ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം 3% സംവരണം വികലാംഗർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതും എത്രയുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു വലതുപക്ഷവൽക്കരണം ഒരുപക്ഷെ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ഈ നിയമന രീതിയിലൂടെ വരുന്നു എന്ന് പറയുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ ആ വലതുപക്ഷവൽക്കരണത്തെ ചെറുക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഈ മേഖലയിലേക്ക് എന്ന് കൂടി ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. കാരണം ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന പേരിൽ കഴിഞ്ഞ വർഷം 4000-ഓളം അധ്യാപകരെയാണ് എയ്ഡഡ് സ്കൂളിലെ 4000-ഓളം അധ്യാപകരെ ഗവൺമെന്റ് സ്കൂളിലേക്ക് നിയമിച്ചു. സത്യത്തിൽ അങ്ങനെ നിയമിക്കുമ്പോൾ നഷ്ടമാവുന്നത് 4000-ഓളം ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപക തസ്തികകളാണ്. അങ്ങനെ നിയമിക്കാതിരുന്നെങ്കിൽ ആ 4000 തസ്തികയിലേക്ക് PSC വഴിയാണ് നിയമനം നടന്നിരുന്നതെങ്കിൽ 10% സംവരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട SC ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 4000-ന്റെ 10% ഒരു 400-ഓളം ഗവൺമെന്റ് തസ്തിക പൂർണ്ണമായിട്ടും സംവരണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇതേപോലെ മറ്റു വിഭാഗത്തിന്റെ സംവരണം. അപ്പോൾ ഒരു സംവരണ മാനദണ്ഡവും ഇല്ലാതെ എയ്ഡഡ് സ്കൂളിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ വഴി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി നിയമനം കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് തലത്തിലെ സംവരണം പോലും അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇടതുപക്ഷത്തുള്ള ആളുകളോ സംഘടനകളോ ആ തരത്തിൽ ആലോചിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതുകൂടി ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അവതരിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ചർച്ചയ്ക്കുള്ള ഒരു സമയമാണ്. ഓരോരുത്തരും പേര് വിളിക്കാതെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക, അല്ല മറ്റുള്ളവർ കമന്റ് ബോക്സിൽ നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യാം. 2 തരത്തിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ സവർണതയുടെ വലതുപക്ഷം സാംസ്കാരിക മേൽക്കോയ്മ നേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് സംവരണത്തിന്റെ ഈ ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിശദീകരിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞത്. അതിൽ കറുപ്പ് വെളുപ്പ് എന്നുള്ള ദ്വന്ദ്വത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ടീച്ചർ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതില്ലേ എന്നത് ഒരു സംശയമാണ്. അതായത് വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം ഇതിനെ ആക്കം കൂട്ടുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നല് 2 പുസ്തകങ്ങളെ മുൻനിർത്തിയിട്ടാണ്. ഒന്ന്, M. കുഞ്ഞാമന്റെ എതിരി എന്ന് പറയുന്ന ഒരു ആത്മകഥ പുസ്തകം അടുത്തിടെ വായിക്കുകയുണ്ടായി. മറ്റൊന്ന് TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ. TJ ജോസഫ് എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകനായിരുന്നു. കുഞ്ഞാമ മാഷ് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. കുഞ്ഞാമ മാഷ് ഈ ജാതീയമായിട്ടുള്ള അവഗണന ഒരുപാട് നേരിട്ട ആളാണ്. അതിന്റെ കുറെ പീഡനങ്ങളൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റേ സ്വന്തം സമുദായത്തിൽ തന്നെ അല്ലെങ്കിൽ പള്ളിയുടെ തന്നെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളാണ്. അപ്പൊ ആളും മുന്നിട്ട് നിന്നത് ഇതിലൊക്കെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സമ്പത്താണ്, പണമാണ് നിൽക്കുന്നത്. അതായത് പള്ളിക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ സംവരണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ
സ്വന്തം കൂട്ടത്തിലുള്ള ഒരു അധ്യാപകന് വരെ പുറത്താക്കാൻ അവർക്ക് യാതൊരു മടിയും. ആ നിലക്കാണ് അവര് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആത്യന്തികമായിട്ട് ഇതിന്റെ ഒരു വിഷയം കേരളത്തിൽ തോന്നുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണം ഇതൊരു വലിയ വ്യവസായമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അനേക സ്ഥാപനങ്ങളിൽ ഈ മട്ടിൽ സംവരണം നടത്താത്ത അല്ലെങ്കിൽ സംവരണത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാതെ ടീച്ചർ പറഞ്ഞതുപോലെ സുന്ദരിമാരായ ടീച്ചർമാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്ക് ആകർഷിക്കുന്ന ഒരു ഇടമായി ഈ ഇതിനെ മാറ്റുന്നത് മറ്റൊരു തരം വ്യവസായത്തിന്റെ ഒരു സ്വഭാവമല്ലേ വന്നിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം ആ ഒരു നിലയിലേക്ക് വികസിച്ച് വന്നിട്ടില്ല എന്നുള്ളൊരു സംശയമുണ്ട്. എന്താണ് ടീച്ചറുടെ അഭിപ്രായം എന്നറിയാൻ? തീർച്ചയായിട്ടും ശരിയാണ്. മറുപടി എന്നല്ല, നമ്മൾ ഒന്നിച്ചു തന്നെയാണല്ലോ. രണ്ടാമത്തെ കാര്യം, ബിലു എനിക്കൊന്ന് വീഡിയോയും ഓഡിയോയും സമയത്ത് ഓഫ് ചെയ്താൽ മൊത്തം ഒരു നെറ്റിന്റെ ബാലൻസിനെ ബാധിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ ഓൺ ചെയ്താൽ മതി വീണ്ടും. അപ്പോ സംസാരിക്കാലോ അല്ലേ? ഹലോ, ഓക്കെ, പറഞ്ഞു മുറുവാഷ് സംസാരിച്ചോ. അതില് ഇപ്പം സൂചിപ്പിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ 4000 തസ്തിക, അത് ഗവൺമെന്റ് തസ്തിക എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാരെ മുഴുവൻ ഗവൺമെന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് എങ്ങനെയാണ് സാമൂഹിക നീതി അട്ടിമറിക്കുന്നതിന്റെ കാര്യം സൂചിപ്പിച്ചു. ഇത് സജീവ് മാഷ് മനഃപൂർവ്വം കാണാതെ അടിച്ചാണോ എന്ന് അറിയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു പക്ഷപാതാന്നറിയാം സൂചിപ്പിക്കുക ചെയ്തത്. കാരണം ഒരു സാമൂഹിക നീതി എന്ന് പറയുന്നത് കേരളത്തിൽ മനസ്സിലാക്കാതെ പോയ ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ. ആരും അതിൽ എന്താ പറയാ എതിർപ്പുണ്ടായിട്ട് കാര്യമില്ല. അത് അംബേദ്കർ വളരെ പണ്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഗ്രാമീൺ ബോയ്സ് ആണ് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 6000 തസ്തിക ദേവസ്വം ബോർഡിലേക്ക് ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൽ 6000 തസ്തികയും 5500 തസ്തിക സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അതിൽ ആ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനത്തിൽ മുന്നോക്കക്കാരിലെ പിന്നോക്കം എന്ന് പറയും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചു ആരെ, കുമ്മനം രാജശേഖരൻ. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കുമ്മനം രാജശേഖരൻ തിരിച്ചു പണ്ട് കപ്പിയിട്ടുണ്ടാവും. കാരണം അവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ജനങ്ങളെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ സംവരണം എന്ന് പറയുന്നത് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അതിന് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം എന്താ പറയുക, സാമ്പത്തികമായിട്ട് ഒരു ലോട്ടറി അടിച്ചാൽ പിറ്റേന്ന് അയാളുടെ സാമ്പത്തിക അവസ്ഥ മാറി. അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കമായി ഒരവസ്ഥയിൽ ജോലി കിട്ടിയ ഒരാൾ പിറ്റേന്ന് ഭാര്യയോ ഭർത്താവിനെയോ കല്യാണം കഴിക്കുന്നത് പണക്കാരനെയാണെങ്കിൽ ഈ അവസ്ഥ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു എന്താ പറയുക, ജാതി പോലും വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ സമ്പത്ത് എന്ന് പറയുന്നത് എന്തായാലും ക്രൈറ്റീരിയ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, PSCയിലേക്ക് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം വരുന്നു. നിങ്ങളായിട്ടൊരു ജനസംഖ്യയിൽ നോക്കുക, ആകെയുള്ള മുന്നോക്കക്കാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 10%, 20% അടക്കാണ്. അവർക്കിപ്പോൾ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇത്രയും ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, 50% പുറമേ ഉള്ളതിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആരാണ് ചെയ്യുന്നത്? ഇടതുപക്ഷം. എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ സാമൂഹിക ബോധം എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഈ പറയുന്ന ബ്യൂറോക്രസി എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ സർക്കാർ കോളേജുകളിൽ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നു, ആരാണ് ഏറ്റവും കുറഞ്ഞ മാർക്കുമായിട്ട് സർക്കാർ കോളേജുകളിൽ വരുന്നത്? ഒരു സംശയമില്ല, നിങ്ങൾ എല്ലാവരും ഉത്തരം പറയും ST കുട്ടികളാണ്. അല്ല, ST കുട്ടികളല്ല. 10% സംവരണം ഗവൺമെന്റ് കോളേജുകളിൽ ആർക്കുണ്ട്? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുണ്ട്. ഇപ്പോൾ +2-ലായി. അപ്പോൾ +2-ൽ ST കുട്ടിയേക്കാൾ കുറഞ്ഞ മാർക്കോട് കൂടിയിട്ടാണ് ആര് വരുന്നത്? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരൻ വരുന്നത്. ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരന് എന്താ വിഷമമില്ലേ എന്ന്. സാമ്പത്തിക വിഷമം എന്ന് പറയുന്നത് ജാതീയമല്ല. സാമ്പത്തിക വിഷമം എന്ന് പറയുന്നത് അത് എന്താ പറയാ, അത് സമൂഹത്തിന് പൊതുവായിട്ടുള്ളതാണ്. അതിന് വേറെ വഴി നോക്കണം. ആ സാമ്പത്തിക സംവരണവും സാമുദായിക സംവരണവും തമ്മിൽ കലർത്തുക എന്ന് പറയുന്ന
ഏറ്റവും വലിയൊരു ക്രൈം ചെയ്യുന്നത് സത്യത്തിൽ ഇടതുപക്ഷമാണ്. ഇത് ഞാനൊരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തില് ടിയ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയോട് കച്ചവട താല്പര്യമുള്ളൂ. ടിയ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് എന്താ പറയുക, ആത്മബോധം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇതൊരു അനീതിയാണ് എന്ന് പറയുന്നത് വിളിച്ചു പറയാൻ വേണ്ടി പോലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് സത്യത്തിൽ നടക്കുന്നത്. ചർച്ച നടക്കട്ടെ, നമുക്ക് സംസാരിക്കാം. അതില് ഒരു കാര്യം പറയട്ടെ. ഹലോ പറഞ്ഞു ഷിജു പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ സാമ്പത്തിക സംവരണം എന്ന് വിളിക്കരുത്. സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമുള്ള മുഴുവൻ ആളുകൾക്കുള്ളതാണ്. ഇത് സവർണ വിഭാഗങ്ങൾക്കുള്ളിലുള്ള സാമ്പത്തിക സംവരണമാണ്. അതിനെ സവർണ സംവരണം എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ മാത്രമേ അതിന്റെ സോഷ്യൽ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റൂ. നിങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം SC വിഭാഗത്തിലോ OBC വിഭാഗത്തിലോ പെട്ട ഒരാൾക്ക് ഈ പറയുന്ന 10% എൻട്രി കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത് സാമ്പത്തിക സംവരണം പോലുമല്ല, ഇത് കൃത്യമായ സവർണ സംവരണമാണ്. പിന്നെ നിങ്ങൾ ഏത് ഇടതുപക്ഷത്തെ കുറിച്ചാണ് ഈ പരിഗണന നടത്തുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണവർഗ പാർട്ടികളിൽ പ്രധാനപ്പെട്ട CPM ആണെങ്കിൽ അതതിന്റെ പാർട്ടി പരിപാടിയുടെ ഭാഗമായി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ഈ മുന്നോക്കക്കാരിലെ സാമ്പത്തിക സംവരണം. മുന്നോക്കക്കാരിലെ 10% സംവരണം എന്ന് പറയുന്നത് അവരവരുടെ ഒരു നയമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ നയത്തെ ഒരു പരിചയ പറച്ചിലുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, രാഷ്ട്രീയമായി നേരിടുന്നതാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയമായ നേരിടലുകൾ അതിന്റെ മുകളിൽ നടന്നിട്ടില്ല. ഒരു ആഭ്യന്തര ചർച്ച പോലെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. അതിന്റെ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ ഈ സാമ്പത്തിക സംവരണത്തെ ന്യായീകരിച്ചുകൊണ്ട് സംവരണം പഠിച്ച ഒരാളാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പിന്നീടാണ് നമുക്ക് കൂടുതൽ വായിക്കുമ്പോൾ അത് ഭയങ്കര തെറ്റായ നിലപാടാണെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് നിയമത്തുള്ള കാലത്ത് തന്നെ അത് അംഗീകരിക്കപ്പെട്ട ഒരു നിലപാടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാട്ടെ, നമ്മൾ ഈ സാമ്പത്തിക സംവരണം ഇപ്പൊ ഈ സവർണർക്കുള്ള സാമ്പത്തിക സംവരണം കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അല്ലാതെ ഇവിടെ കേരളത്തില് LDF ഗവൺമെന്റ് മാത്രമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സംഗതി ഉള്ളത്. അത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ മാഷ് പറഞ്ഞ 4000-ഓളം അധ്യാപകർക്ക് നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ നിയമനം നടത്തിയിട്ടില്ല. അത് കുറച്ച് അധ്യാപകർക്ക് പോയ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഡെയിലി വേജ് പോസ്റ്റുകൾക്ക് അവരെ നിയമിച്ചു. തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ പറയാം. പക്ഷെ അത് ഒരു സ്ഥിര നിയമനമായിട്ട SC ലിസ്റ്റുകൾ നിലവിലില്ലാത്ത നമ്മളെ ഈ എയ്ഡഡ് സ്കൂൾ നിയമനത്തിലൊക്കെ കൃത്യമായിട്ട് സംവരണം പരിക്കേണ്ടതിൽ ഉയർത്തി കൊണ്ടുവരുന്നതിൽ നമ്മുടെ സമൂഹം കൃത്യമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും അവരവരുടെ ആളുകളെ മാത്രം നിയമിക്കുകയും അതിൽ ചില സ്കൂളുകളിലൊന്നും മറ്റ് മതസ്ഥർ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. മറ്റ് ജാതിപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഒരു ഒരേ വർഗത്തിൽപ്പെട്ടവർ മാത്രമുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഈ ഇടതുപക്ഷത്തിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട നിലപാടിൽ തന്നെ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരെ നിർണയിച്ച് 10% കൊടുക്കണം എന്നുള്ളത് നേരത്തെ അവർ പറയുന്ന ഒരു പൊസിഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ സംവരണത്തെ കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ ആരംഭിച്ചത് എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയുന്നത്. അതില് പിന്നെ കമന്റ് ബോക്സിൽ ഹേന ടീച്ചർ ഒരു ചോദ്യം തരുന്നുണ്ട്. ടീച്ചറിനെ ചോദിക്കായിരുന്നു. അതിൽ പറയുന്നൊരു കാര്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എയ്ഡഡ് സ്ഥാപനങ്ങൾ, അതായത് അവരുടെ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പോലും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ അതായത് ആ മേഖലയിലെ ആളുകളെല്ലാം വെക്കുന്നത് മുന്നോക്കക്കാരെ എടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അത്തരം പിന്നെ അവസ്ഥയും കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ഹേന ടീച്ചർ ഒരു ചോദ്യമായിട്ട് കമന്റ് ബോക്സ് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചു എന്ന് മാത്രം. അല്ല, പട്ടികജാതി സമുദായങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ മിനിസ്റ്ററുടെ കാലത്താണ് ആദ്യമായി ഒരു പുലയ മഹാസഭക്ക് ഒരു കോളേജ് അനുവദിക്കപ്പെടുന്നതാണ്.
പട്ടികജാതി കോളേജ് വിഭാഗങ്ങൾ സാറേ ഹൈസ്കൂളുകളുണ്ട്. ഹേന ടീച്ചർ സംസാരിക്കും. സാറെ എന്റെ അറിവില് എനിക്കറിയാവുന്ന കൊല്ലം ജില്ലയില് ഈ സിദ്ധന സർവീസ്, ഇത് കുറവ് സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു എയ്ഡഡ് ഹൈസ്കൂളുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ അധ്യാപകരായിട്ടുണ്ട്. അതെനിക്ക് മജോറിറ്റി എല്ലാം മുന്നോക്കക്കാരായിട്ടുള്ള അധ്യാപകർ. ഒറ്റ ഒരാൾ പോലും ആ സമുദായത്തിൽ നിന്നോ പട്ടികജാതി സമുദായത്തിൽ നിന്നോ ആ വിഭാഗത്തിലില്ല. ഇത് ഞാനിത് പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ മുന്നേ പറഞ്ഞ ആള് സംസാരിച്ചതുപോലെ അക്മാസിന്റെ കോളേജിൽ ഇന്റർവ്യൂവിന് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാർ കാശ് കൊടുക്കാൻ തയ്യാറായാൽ പോലും അവരെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ തഴയപ്പെടുന്ന ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. നൂറുകണക്കിന് കുട്ടികൾ UGC ഒക്കെ പാസ്സായി PhD ഒക്കെ ഉള്ള എത്രയോ പട്ടികജാതിക്കാരായ കുട്ടികൾ അവിടെ ഇന്റർവ്യൂവിന് വന്നിട്ട് പോലും അവരെയൊക്കെ തഴഞ്ഞ് മുന്നോക്കക്കാരായിട്ടുള്ള ആൾക്കാരെ എടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്ത് ന്യായം പറയാൻ പറ്റും? അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്? വലതാണോ ഇടതാണോ എന്താണോ എനിക്കറിഞ്ഞൂടാ. ബിലു ടീച്ചർ പറയുന്നത് പോലെ ക്ലാസ്, അതായത് ജോലി ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ഇടം കിട്ടിക്കഴിഞ്ഞാലോ ഞാൻ ഇന്നതാണ് എന്ന് പുറമെ പറയാനുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഇതിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ലിസ്റ്റിംഗ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പട്ടികജാതിക്കാരുടെ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്. അതെ ടീച്ചറെ, ശരി, അനുഭവത്ത് പറയുമ്പോൾ ശരിയായിരിക്കും. പട്ടികജാതി വിഭാഗങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും സ്കൂളുകളും കോളേജുകളും ഉണ്ട്. ഇപ്പൊ ദിനു വെയിൽ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിയിലെ കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് കിട്ടിയ സമയത്ത് മലയരയ സഭയുടെ ഒരു കോളേജിന്റെ അധികാരികൾ പബ്ലിക്കായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു പൊതു അഭിപ്രായം, ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു, ദിനുവിന് ഞങ്ങളുടെ കോളേജിൽ ചേരാമെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു ദളിത് സംഘടനകളിൽ വ്യക്തിപരമായിട്ട് പരിചയമുള്ള 1-2 പേരോട് നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, അതായത് ഈ സ്കൂളിൽ അതുപോലെ തന്നെ KPMSന്റെ കോളേജിലും ഇപ്പൊ മുന്നാക്ക സമുദായക്കാർക്ക് ഒരു മുൻഗണന അല്ലെങ്കിൽ അവര് വരണം എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ട്. അത് സത്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വേറൊരു സാംസ്കാരിക യുക്തിയാണ് അല്ലെങ്കിൽ ഒരു കാരണമാണ്. അതായത് പിന്നാക്ക വിഭാഗങ്ങളുടെ തൊഴിൽ ദാതാക്കളായിട്ട് മാറുന്ന ഒരു സമയത്ത് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് ഒരു മുന്നാക്ക ജാതിക്കാരന് ഒരു ഓഫർ കൊടുക്കാവുന്ന രീതിയിൽ ഉള്ളത് വേറൊരു തരം ജാതീയ ബാലൻസിങ് ആണ് എന്നുള്ള ഒരു എനിക്കും ഗ്രഹിക്കാത്ത ഒരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത്. അതായത് നേരത്തെ അതായത് അവിടെയും അതായത് ദളിത് കോളനികൾ ഒരു തരം ഒരു പോക്കറ്റ് ആയിട്ട് എങ്ങനെ മാറുന്നുവോ അത്തരം ഒരു സംഗതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളൊരു യുക്തിയാണ് അവിടെ നിന്ന് കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അവിടെ നിയമനം ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതൊരു മുഴുവനായിട്ടും എന്നല്ല പറയുന്നത്, പക്ഷെ മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരിക്കണം ഈ പറയുന്ന KPMSന്റെയും മലയരയ സഭയുടെയും കോളേജുകൾ എന്ന് പറയുന്ന ഒരു അജണ്ട അവിടെ നടപ്പിലാകുന്നുണ്ട്. സജീവ മാഷ് എന്താ പറയാൻ വന്നത്? വാ. അതെ, ഇപ്പൊ ഈ പറഞ്ഞ വിഷയം കുഞ്ഞാമാഷ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അനുഭവമായിട്ട് പറയുന്നുണ്ട്. കയ്യിൽ കാശ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പരിഗണനകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ജാതി സ്വത്വം പലപ്പോഴും മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ചില ഘട്ടങ്ങളിൽ ഉണ്ടായതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ ഇതെല്ലാം ചേർത്ത് പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. ഇവര് നേരത്തെ KPMSന്റെ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു യുക്തിയൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിന്നോക്കക്കാരൻ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഈ മുന്നോക്കക്കാരായിട്ടുള്ള ആളുകൾ വരുമോ, പഠിക്കാൻ വരുമോ എന്നുള്ളൊരു സംശയവും കൂടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. കാസർഗോഡ് അവർക്ക് അനുവദിച്ചൊരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ ഉള്ള നിയമനത്തിന് ഇങ്ങനെ ഒരു വിഷയം ഒരു ഉദ്യോഗാർത്ഥിയോട് അവിടുത്തെ മാനേജ്മെന്റ് തന്നെ പറഞ്ഞതായി എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ചെറിയ കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കുകയാണ്.
ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തെ ഒരു വലിയ ഒരു സാംസ്കാരിക വിഷയമാണ് സത്യത്തില് ബിലു അവതരിപ്പിച്ചത്. ഇത് ബിലു അവതരിപ്പിച്ച കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിരന്തരമായിട്ട് വരുന്ന വിഷയം തന്നെയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ കരിക്കുലത്തിനകത്ത് പോലും എത്രമാത്രമാണ് ഈ ദലിത് അനുഭവങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന നേരത്തെ ആനന്ദന്റെ അടക്കമുള്ള കുറിപ്പുകൾ വന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത്തരം അനുഭവ പരിസരങ്ങൾ മുഴുവൻ നമ്മുടെ പൊതു അനുഭവങ്ങളിൽ നിന്ന് മാറുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ ഒരർത്ഥത്തിൽ നമ്മുടെ കരിക്കുലം പോലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ക്ലാസ് മുറിക്കകത്ത് നേരത്തെ ബിലു പറഞ്ഞതുപോലെ നിരന്തരമായി ഇന്നും ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ അപമാനിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നതിനോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്നത് പോലെ നമ്മുടെ സ്റ്റാഫ് റൂമുകളില്, നമ്മുടെ ക്ലാസ് മുറികളില് ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ മാധ്യമം വരാന്ത പതിപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലേഖനം ഈ വിഷയത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലാസ് മുറിയിൽ അന്ന് ഞാൻ എൻ്റെ സഹപാഠികളായിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഓർത്തിട്ടാണ് അത് എഴുതിയത്. ഒരു തരത്തിലുള്ള പരിഗണനയും നമ്മുടെ സവർണരായിട്ടുള്ള അധ്യാപകർ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചെറിയ ഒരു പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത്യാവശ്യം സാമാന്യമായി പഠിക്കുവാൻ കഴിയുന്ന സാമാന്യമായി പഠിക്കാൻ കഴിയുന്ന ആളുകൾ, ഞങ്ങളെല്ലാം ഒരുപോലെ പഠിക്കുന്ന ആളുകളെ, എനിക്ക് ചില ആളുകൾക്ക് പേരെടുത്ത് പറയാൻ കഴിയും, ബാബു എന്നൊക്കെ വിളിക്കുന്ന ഒരു കുട്ടിയെ മുൻനിർത്തിയാണ് ഞാൻ എഴുതിയത്. സാമാന്യമായി പഠിക്കാൻ കഴിയുന്ന ആളുകളടക്കം ഏതോ ഒരു ഘട്ടത്തിൽ അവരുടെ പഠനം അവസാനിക്കുകയും അവർ അങ്ങേയറ്റം പ്രയാസകരമായ ശാരീരികമായ ജോലികളിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഒരർത്ഥത്തിൽ അവർക്കൊരു പരിഗണന, അവരെ ചേർത്ത് പിടിക്കാനുള്ള അവരുടെ കുറവുകള്, അവരുടെ ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അന്നൊക്കെ സ്കൂളുകളിൽ പലതരത്തിലുള്ള സംഭാവനകൾ കുട്ടികളിൽ നിന്ന് സ്വീകരിക്കുന്ന, തേങ്ങയായിട്ടും അല്ലെങ്കിൽ പണമായിട്ടും ഒക്കെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം നിരന്തരമായി അവർ അപമാനിക്കപ്പെടുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയാണ് ഇവരെല്ലാവരും നിന്ന് നമ്മുടെ സ്കൂൾ മുറിയിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് പോയിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും അവരെല്ലാം വലിയ തരത്തിലുള്ള ഇതെല്ലാം അട്ടിമറിച്ച് വിജയം നേടിയിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ആളുകൾ ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ സർവീസ് നേടുന്ന ഒരാളെ കുറിച്ച് നമ്മൾ വലിയ കഥകൾ വായിക്കുന്നു. അങ്ങനെ സിവിൽ സർവീസ് നേടത്തക്ക നിലയിലുള്ള കഠിനാധ്വാനവും മാനസിക ഒരു ബലവും ഉള്ള ആളുകളൊന്നല്ല ഇവരല്ല. എങ്കിലും ഒരു ശരാശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരാശരിയായിട്ടുള്ള പരീക്ഷകൾ പാസ്സാവാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് ഞാൻ എന്നെ ഒക്കെ പോലെ തന്നെ. പക്ഷെ അങ്ങനെ ഉള്ള ആളുകളടക്കം പൂർണ്ണമായും ഈ നമ്മുടെ ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ നിന്ന് പോലും നിഷ്കാസനം ചെയ്യപ്പെട്ടത് ഈ ക്ലാസ് മുറികൾക്കകത്തുള്ള ഒരു വിവേചനമുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം. നമ്മുടെ ക്ലാസ് മുറികൾക്കകത്ത് ഉള്ള വിവേചനമാണ് ഒരർത്ഥത്തിൽ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ഒരു മത്സര പരീക്ഷയിൽ പോലും എഴുതി ജോലി നേടാനുള്ള ഒരു ശേഷി പോലും ഇല്ലാതാക്കുന്ന നിലയിലുള്ള ഒരു വലിയ സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ സവർണ അധ്യാപകരുടെ ഒക്കെ മനസ്സിൽ കാലങ്ങളായിട്ട് ഊറിക്കൂടിയിട്ടുള്ള ഈ ദലിത് സംവരണ വിരുദ്ധ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യമായാലും എല്ലാമായാലും ആ നിലയിലാണ് നമ്മുടെ സ്റ്റാഫ് റൂമുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ബിലു പറഞ്ഞതുപോലെ ഇത് ആദ്യഘട്ടം എന്ന നിലയിൽ സംവരണം, അതായത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന എല്ലായിടങ്ങളിലും സർക്കാരിന്റെ സംവരണ തത്വം കൃത്യമായി സാമൂഹ്യ സംവരണ തത്വം നടപ്പിലാക്കണമെന്ന് ഉത്തരവ് ഇറക്കാൻ ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ PSCക്ക് വിടലാണ് ആത്യന്തികമായ ശരി. അതിന് പോലും ഇന്ന് ഈ പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവും. ഇത് സംവരണം നടപ്പിലാക്കുക എന്ന് പറയുന്ന കാര്യത്തിനേക്കാളും ഒരു ചെറിയൊരു വെയിറ്റ് മാത്രമേ മറ്റേതിനുള്ളൂ. പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ്. എങ്കിൽ പോലും ഒരു പ്രയാസവുമില്ലാതെ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും തീർച്ചയായിട്ടും സാമൂഹിക സംവരണം അതിന്റെ അർത്ഥത്തിൽ നടപ്പിലാക്കണം എന്ന് പറയാൻ സർക്കാർ ഉത്തരവിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയിൽ
ഇതെങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ തരത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളതിനപ്പുറത്ത് ആളുകൾ ഈ പറയുന്ന നേരത്തെ ഉമർ പറഞ്ഞതുപോലെ ഈ സാമാന്യമായിട്ട് താഴെ നിലയിൽ ബുദ്ധിപരമായി താഴെ നിൽക്കുന്ന പല സവർണ വിദ്യാർത്ഥികളും അല്ലെ സവർണ ചെറുപ്പക്കാരും അവർക്ക് തൊഴിൽ ലഭിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് സംവരണത്തെയാണ്. എനിക്ക് സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം തന്നെ അവർക്ക് എന്ത് ലഭിച്ചില്ലെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിലനിൽക്കുന്ന സംവരണത്തിനാണ് എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പരസ്യമായിട്ട് പറയുന്ന ഒരു ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. യഥാർത്ഥത്തിൽ അതിന് യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ആളുകളാണത്. അപ്പൊ അവർ ഈ സംവരണ വിരുദ്ധത കൊണ്ട് അവർ എത്തിച്ചേരുന്നത് പലപ്പോഴും ഫാസിസ്റ്റ് കൂടാരങ്ങളിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ കൂടാരങ്ങളിലാണ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അപകടം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് തീർച്ചയായിട്ടും ഈ പറയുന്ന യഥാർത്ഥത്തിൽ സാമൂഹിക സംവരണത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു നടപ്പിലാക്കൽ ഏഴ് മേഖലയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായിട്ടും അതിനു വേണ്ടി തന്നെ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കമന്റ് ബോക്സിൽ വരുന്നത് ബിനു ടീച്ചർ വായിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. സുമൻ ജീവൻ, അതേപോലെ ശ്രീധരൻ, ഇവരൊക്കെ ഉന്നയിക്കുന്നത് ടീച്ചർ വായിച്ചിട്ട് അവസാനത്തെ മറുപടിയിൽ അതുകൂടെ ചേർത്തിട്ട് അവതരിപ്പിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റുള്ളവര് ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഇടപെട്ടിട്ട് സംസാരിക്കാം. ഞാൻ കണ്ടില്ല തോന്നുന്നു. ഇപ്പം കമന്റുകൾ സത്യത്തിൽ ഞാൻ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാനൊന്ന് വായിക്കാം. ഒന്ന് സുമൻ എഴുതിയത്, സംവരണം കേവലം 10 വർഷത്തേക്ക് അംബേദ്കർ ഏർപ്പെടുത്തിയത് ഇന്ന് അത് വോട്ട് കിട്ടാനും ജനങ്ങളെ സവർണർ അവർണർ എന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമായി സംവരണം അധപ്പതിച്ചു പോയി. ഇതുവരെ ഏർപ്പെടുത്തിയ സംവരണം ഓരോ ജാതിയുടെയും സാമൂഹികമായ മുന്നേറ്റം എത്രമാത്രം ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് നന്നാവും എന്ന് ഒരാൾ സുമൻ പറയുന്നു. അരുൺ റോയ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സംവരണത്തിന്റെ നിലപാട്, അതായത് വർഗ രാഷ്ട്രീയം എന്നുള്ള ഈ വർഗബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജാതീയത അടിസ്ഥാനമാക്കിക്കൊണ്ട് പിന്നോക്കാവസ്ഥ, അങ്ങനെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയല്ലേ അവര് പരിഗണിക്കുക എന്നുള്ള നിലയിലുള്ള ചോദ്യം അരുൺ റോയ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്, ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദികൾ രാഷ്ട്രീയക്കാരാണ് എന്നാണ് ശ്രീധരൻ PM പറയുന്നത്. ജാതീയമായ സ്മിത പന്നി പറയുന്നു, ജാതീയമായ സവർണതയ്ക്കൊപ്പം വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്നുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു നവവരേണ്യതാ ബോധം അധ്യാപകർ പിടികൂടിയിട്ടുണ്ടെന്നാണ് സത്യം. അത് ജാതീയമായതോ ലിംഗപരമായ നീതിബോധത്തെ ഒരു മടിയുമില്ലാതെ ചവിട്ടിത്തെറിപ്പിക്കും. സാമൂഹിക സംവരണം പോലും മതിയാവാതെ വരും എന്നുള്ള അഭിപ്രായം വരുന്നു. സ്ഥാപനങ്ങൾ അത് സ്വകാര്യവൽക്കരിച്ചു. അതേപോലെ കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം പോകുന്നത്. ഇപ്പോൾ റെയിൽവേ ഒക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, ഇങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ. വിദ്യാഭ്യാസം നേടിയവർ പോലും സംവരണം വേണ്ട എന്ന് പറയുന്നു എന്നാണ് കലേഷ് മണിയാണ് പറയുന്നത്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധപ്പെടുത്താൻ. ഓക്കെ, ഒരു മറുപടി എന്നുള്ള രീതിയിൽ വേണ്ട, ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും തന്നെ അതിനകത്ത് ചേർന്ന് പറയാവുന്നതാണ്. ഇതിൽ 2 കാര്യങ്ങൾ മാത്രം മറുപടി എന്നുള്ള നിലയിലല്ലാതെ ഞാൻ പറഞ്ഞതിനോടുള്ള കൂട്ടിച്ചേർക്കലായിട്ട്. ഒന്ന്, ഈ പറയുന്ന കച്ചവടവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന കച്ചവടവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കോഴ വാങ്ങിച്ചിട്ടുള്ള നിയമനങ്ങൾ തന്നെയാണ്. അപ്പൊ ആത്യന്തികമായിട്ട് സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കച്ചവടവൽക്കരണത്തിന് ഉതകാത്ത ഒരു സ്ഥലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് തന്നെ അത് കച്ചവടം തന്നെയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ജാതി വർഗം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രാഥമികമായിട്ട് കുറെയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പലപ്പോഴും അത് ഞാൻ ആലോചിക്കായിരുന്നു, സംവരണം എന്ന് പറയുന്ന ഏത് ചർച്ചയും നമുക്ക് ചക്രം വീണ്ടും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരിക. അതായത് ഇന്ത്യൻ അവസ്ഥയില് വർഗം എന്ന് പറയുന്നത് ജാതി തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ എത്രമാത്രം പറഞ്ഞാലാണ് നമുക്ക്
മനസ്സിലാകാതെ വരിക എന്ന് പറയുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഏത് കണക്കുകൾ അല്ലെങ്കിൽ ഉന്നമനങ്ങൾ വെച്ച് നോക്കിയാലും നമുക്ക് അത് ജാതിക്ക് പകരം വയ്ക്കാവുന്ന ഒന്നായിട്ട് മാറുകയില്ല. പിന്നെ ഇവിടെ തോന്നിയ ഒരു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെയുള്ള 10 വർഷം കൊണ്ട് അംബേദ്കർ വിഭാവനം ചെയ്ത എന്നൊക്കെ പറയുന്നതിൽ തന്നെ പ്രാഥമികമായിട്ടൊരു ധാരണ കർഷകരുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഒരു തുടക്കം മാത്രമേ അതിനാകും. ഇനി ഇത്രകാലം എത്തിയിട്ടും അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. കാരണം ചില വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംവരണത്താൽ മുന്നേറുമെന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളെ ഇപ്പോഴും ആനുപാതികമായിട്ടുള്ള പ്രതിനിധാനങ്ങളിൽ നിന്ന്, റെപ്രസെന്റേഷനിൽ നിന്ന് എത്രയോ പാദം പിറകിലാണ്. അപ്പൊ നിലവിലുള്ള സാമുദായിക സംവരണം തന്നെ ഫലപ്രദമാകാതിരിക്കുന്ന, പൂർണ്ണതയിലെത്താത്ത, അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ 10% ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇടതുപക്ഷ അനുഭാവികൾക്ക് ഒന്നും തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് കൂടെ നിൽക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഇവിടെ ആത്മവിമർശനത്തോടു കൂടിയാണ് ഇതിൽ തുടക്കകാലത്ത് ശരി 50% ഇടപെടാതെ 10% കൊണ്ടുവന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന് ചിന്തിച്ച ഒരു സംവരണ വിഭാഗക്കാരി തന്നെയാണ് ഞാൻ. പക്ഷേ പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിനകത്തുള്ള കുയുക്തികൾ അല്ലെങ്കിൽ പിറകോട്ടടികൾ, കാണാൻ കെണികൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഈ 10% എന്ന് പറയുന്നത് ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കുകൂടിയുള്ള മൊത്തം മത്സര പങ്കാളിത്ത വിഹിതത്തിൽ നിന്നാണ് കുറയുന്നത്. അതുപോലെ സവർണ സംവരണം എന്ന് പറയുന്ന ആ ഒരു ടേം, ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ ആ ഒരു ടേം തന്നെയാണ്. അത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, വളരെ സത്യമാണത്. കാരണം മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കം എന്ന് നമ്മൾ വലിച്ചു നീട്ടി എഴുതുമ്പോൾ അത് സത്യത്തിൽ അടിസ്ഥാനപരമായിട്ട് അത് മുന്നാക്ക സംവരണം തന്നെയാണ്. ആ 10% എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു പിന്നാക്ക വിഭാഗത്തിനും പങ്കിട്ടെടുക്കാൻ കഴിയാത്ത മൊത്തം മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള സംവരണമായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, നമ്മൾ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലേക്ക് കൂടി സംവരണം കടന്നു വരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വർദ്ധിച്ചു വരുന്ന, നമുക്കൊന്നും തന്നെ ചെറുവിരലനക്കാൻ സാധിക്കാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ലോകക്രമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സ്വകാര്യവൽക്കരണത്തിന്റെയും ഒരു ആഗോള ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെയും ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന നിലയ്ക്ക് കൂടിയാണ് സ്വകാര്യ മേഖലയിലെയും സംവരണത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം മറ്റേത് ഇനി എത്രത്തോളം നമുക്ക് പ്രായോഗികമായിട്ട് മുന്നോട്ട് നീക്കാൻ പറ്റും എന്ന് അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്. മറ്റ് കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഒരു വെബിനാർ ചർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ടത് എന്ന് പറയാവുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഉള്ള നിയമന രീതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകളിലെ നിയമനമാണ്. തിരുവിതാംകൂർ, കൊച്ചിൻ ദേവസ്വം ബോർഡുകളിലുള്ള സ്ഥാപനങ്ങളിലെങ്കിലും അടിയന്തരമായി ഇത് സംവരണ മാനദണ്ഡ പ്രകാരം തന്നെ നിയമനങ്ങൾ കൊണ്ടുവരണമെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് സർക്കാരിന്. അത് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം എന്നുള്ള നിലയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഇത് നിഷ്കർഷിക്കാവുന്നതാണ്. കാരണം സാധാരണ എയ്ഡുകാരോട് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായ ദേവസ്വം ബോർഡിൽ അങ്ങനെയാണല്ലോ ഉള്ളത് എന്നുള്ള മറുന്യായമാണ് പറയുക. അതുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങൾ, അത് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിയമനം നിർബന്ധമായും ഈ ഷിജു എന്തോ പറയുന്നുണ്ട് ഇടയ്ക്ക്. പറഞ്ഞു. ഒന്ന്, നമ്മള് ഈ ഗ്ലോബലൈസേഷനും അതിന്റെ ഭാഗമായി വരുന്ന സ്വകാര്യ മാർക്കറ്റും അതിന്റെ തൊഴിൽ വിപണിയും ദളിത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാഹ്മണിക് സ്റ്റേറ്റിന്റെ അരിപ്പകൾ ഇല്ലാത്ത, അല്ല അതിന്റെ ബാധ്യതകളില്ലാത്ത ഒന്നാണെന്ന്, അതിന്റെ സാമ്പത്തിക വിനിമയവും അതിന്റെ ഇംഗ്ലീഷും ഒക്കെ കുറച്ചുകൂടി ദളിതുകൾക്ക് ഒരു വിസിബിലിറ്റി കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ള ദളിത് പഠനങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളും ഉണ്ട്. അത് ഞാനത് എൻഗേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മാതൃഭാഷ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചില ഡിബേറ്റുകളിലാണ്. അതിന്റെ പിറകിൽ ഇങ്ങനെ പോകുമ്പോൾ അത്തരത്തിലൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അത് അതും കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നാണ്. സമയത്തിന്റെ പരിമിതി ഉണ്ടാവും. ഞാൻ പെട്ടെന്ന്
പിന്നെ എന്താ പറയാ ഇപ്പൊ ചർച്ച ചെയ്യണമെന്നുള്ള അതും കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഈ വിഷയം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പ്രഭാമാഷ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് രണ്ട് വിഷയമായി ചെയ്യേണ്ടത് അത്രയും ദൈർഘ്യമുള്ള അത്രയും ആഴമുള്ള ഒരു വിഷയമല്ലേ എന്നുള്ളൊരു സംശയം ഉന്നയിച്ചിട്ട് ബിലുവോട് ഇക്കാര്യം സംസാരിച്ചു. ഇപ്പൊ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ തന്നെ അധ്യാപക സംവരണം എന്നുള്ള നിലയിലേക്ക് അധികമായി ഊന്നൽ പോയിട്ടുണ്ട്. അധ്യാപനത്തിന്റെ രാഷ്ട്രീയം, ഈ തരത്തിലുള്ള സംവരണം ഇല്ലാത്ത ഒരു തൊഴിൽ ഘടനയും അധ്യാപക ഘടനയും ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്ലാസ് മുറിയിൽ അധ്യാപനത്തിന്റെ രാഷ്ട്രീയം എന്നുള്ള വിഷയത്തിലേക്ക് കാര്യമായിട്ട് നമ്മൾ ഇന്ന് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത്, ഈ ഒരു പരിമിതമായ സമയത്ത് നമുക്ക് അത്രയും വിശാലമായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇത്രയിൽ അത് ഒഴിവാക്കിയതെന്ന് തോന്നുന്നു. സജീവ് മാഷ് പറയാം. അല്ല, അത് ഇതിന്റെ ഒരു സാംസ്കാരിക വശം നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. സുബിൽ ടീച്ചർ ആരും തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ചർച്ചയിൽ മുഴുവൻ ഈ സംഭരണത്തിന്റെ ഈ കണക്കുകളിലേക്ക് നമ്മൾ പോയി. അതാണ് വലിയൊരു സാംസ്കാരിക വിഷയം ആണല്ലോ ഉന്നയിക്കപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും. അതെ, അതിന്റെ രണ്ടാമത്തേത്, അത് ഇത് രണ്ട് വിഷയം എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടി വരും. അല്ല, അത്രയും സമയം വേണ്ടി വരും. ആ രണ്ടാമത്തെ വിഷയം ഇത് ഏത് തരത്തില് ഇതിന്റെ രാഷ്ട്രീയമായിട്ട് സാമൂഹികമായി ബാധിക്കുന്നു എന്നുള്ളത് വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് പക്ഷെ നമുക്ക് അത്ര സ്ട്രെസ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. അത് സമയത്തിന്റെ പ്രശ്നമാണ്. ഇത് ഇങ്ങനെ വേണ്ടതല്ലേ എന്നുള്ള സംശയം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ ടീച്ചറായി സംസാരിച്ചിരുന്നു. കാരണം നമുക്കിത് ഏതെങ്കിലും ഒന്നിട്ട് സംസാരിക്കാൻ പറ്റും ഒരു വെബിനാർ, അതിന്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. തൽക്കാലം ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയൊക്കെ പറ്റും. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ആലോചനകൾ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതാണ്ട് 5:20 സമയം ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അധികം നെട്ടിക്കൊണ്ടുപോകണ്ടെന്ന് തോന്നുന്നു. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇപ്പൊ പറയാവുന്നതാണ്. നമുക്ക് അവസാനിക്കും. നല്ല ഒരു ചർച്ചയായിരുന്നു. മാഷ് പറഞ്ഞതുപോലെ രണ്ടാമത്തെ വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശികയാണ് സത്യത്തിൽ ഇതിലെ സംവരണം. പക്ഷെ നമ്മുടെ ചർച്ചകൾ കൂടുതലായിട്ട് അത് യാതൊരു തരത്തിലും അതിലൊരു പ്രശ്നമില്ല. കാരണം സംവരണം എന്ന് പറയുന്ന കീറാമുട്ടിയിൽ നിന്ന് തുടങ്ങിയാലേ അതിന്റെ സാംസ്കാരിക യുക്തിയിലേക്ക് നമുക്ക് വേണ്ടത്ര തെളിച്ചത്തോടു കൂടി എത്താൻ പറ്റുകയുള്ളൂ. മാഷ് പറഞ്ഞ പ്രായോഗിക രീതിയിൽ തന്നെയുള്ള ഇത് നമുക്കുണ്ടാകാം. ഈ ക്ലാസ് മുറിക്കകത്ത് അല്ലെങ്കിൽ അധ്യാപനത്തിനകത്ത് ഇത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നതിന് നമുക്ക് വലിയൊരു വിഷയമായിട്ട് തന്നെ വേറൊന്നിലേക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ വെക്കാമെന്ന് തോന്നുന്നു. ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് സത്യത്തിൽ ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും എത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ചോദ്യപേപ്പറിൽ ഉള്ള ചോദ്യങ്ങൾ പോലും ചിലപ്പോ ഈ പറയുന്ന പോലെ തന്നെ സംവരണം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന ഒരു തൊഴിൽ പരിസരത്ത് നിന്ന്, അധ്യാപന പരിസരത്ത് നിന്ന് രൂപപ്പെടുന്ന ചോദ്യപേപ്പറിൽ പോലും നേരത്തെ ഹേന ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ ലിംഗപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെയുള്ള വ്യത്യാസപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും. ഇതില് എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ ശരിക്കും സംവരണം എന്താണ് എന്നുള്ളത് തന്നെ നമുക്ക് ഭൂരിപക്ഷ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികൾക്ക് മെറിറ്റല്ലേ വേണ്ടത്, സംവരണമാണോ വേണ്ടത്? ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, 60 കുട്ടികളിൽ 60 പേരും എഴുന്നേറ്റെന്ന് പറയും മെറിറ്റാണ് വേണ്ടത്. ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ സംവരണത്തിലൂടെ കടന്നു വന്ന ഏറ്റവും ദൈന്യത അനുഭവിക്കുന്ന കുട്ടി അടക്കം ആ ഭൂരിപക്ഷത്തിനും കൂടെ കൈ പൊക്കിയിട്ട് മെറിറ്റ് വേണമെന്ന് പറയും. എന്താണ് മെറിറ്റ് എന്നുള്ളത് പോലും നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കുക, അധ്യാപകർ പോലും മനസ്സിലാക്കില്ല. അപ്പൊ ഇപ്പം വരുന്ന ഞാൻ ഈ പറഞ്ഞ ആരും മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണത്തിൽ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കുറുക്ക കഷായം വെച്ചിട്ടുണ്ടാക്കിയ സമയത്ത് അത്രമാത്രം വൈകൃതം നിറഞ്ഞാണെന്നുള്ള കാര്യം പോലും ഇവിടെ അഡ്രസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ഒരു വിഭാഗം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാല് ഈ CM-മാർക്ക് അല്ലെങ്കിൽ മാപ്പിളമാർക്ക് അവരുടെ എന്താ പറയുക, ഈ സംവരണം ഫലപ്രദമായില്ലേ, ഇനിയും ഇവർക്ക് സംവരണം കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ഈ പിന്നോക്കക്കാർക്ക് അവരുടെ അതേപോലെ SC/ST വരുന്ന ആൾക്കാരിൽ ഒരു പ്രത്യേക വിഭാഗമാണല്ലോ എന്താ പറയുക സംവരണം നേടുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ പിന്നോക്കക്കാരുടെ ചമയുന്നൊരു സ്വഭാവമാണ് പുതിയൊരു ട്രെൻഡായിട്ട് FB-യിലൊക്കെ നിറയുന്നത്. എന്ന് പറഞ്ഞാൽ സവർണരായ ആൾക്കാർ ഈ പറയുന്ന ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് ഈ സംവരണത്തെ പുനഃചിന്തിക്കണം അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം എന്ന രീതിയിലാണ്. ഞാനിത് പറയുന്നത്.
എന്ന് പറയുന്ന സംവരണം എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം ഈ പറഞ്ഞ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ പോലെ തന്നെ മുതിർന്ന മുഴുവൻ ആൾക്കാർക്കും എന്ന് 98% ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. കാരണം മെറിറ്റ് എന്നതാണ് അവരുടെ ദൈവം, മെറിറ്റാണ് അവരുടെ ദൈവം. ഉദാഹരണത്തിന് എന്താ പറയുക, നായർ മെമ്മോറിയൽ എന്ന് പറയുന്ന പിന്നെ ആ സംഭവത്തോടു കൂടിയാണ് ബ്രാഹ്മണന്മാരിൽ നിന്ന് മാറിയിട്ട് ഒരു വിഭാഗത്തിന് ജോലി കിട്ടിയത് എന്നുള്ള മറന്നിട്ടാണ് മെറിറ്റ് എന്ന് പറയുന്ന ആശയം ഇപ്പം നമ്മുടെ എന്താ പറയുക സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ശരി, ഇനി മറ്റ് കാര്യങ്ങൾ നമുക്ക് സമയം വൈകുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താൻ തോന്നുന്നു. ഏതായാലും പിന്നെ ഈ സംവരണം എന്നൊരു വിഷയം നിലവിലുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടുന്ന ഒരു സംഗതി അല്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ PSCയുടെ പിന്നെ റൊട്ടേഷൻ ക്രമം അല്ലെങ്കിൽ അതിന്റെ ശതമാനം അതൊക്കെ ഒരു പുനർചിന്തനത്തിന് പിന്നെ ഒരു സംഗതിയാണ്. അതായത് 2011 സെൻസസ് എടുത്തു കഴിഞ്ഞാൽ 55% ഹിന്ദുക്കൾ, 26% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. അതിൽ തന്നെ ഹിന്ദുക്കളിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 12%, ഈഴവര് 23%, നായന്മാര് 12%. ഇങ്ങനെ കൃത്യമായിട്ട് ശതമാന കണക്കൊക്കെ 11 സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം സർക്കാർ സർവീസിൽ, അത് എയ്ഡഡ് ഉൾപ്പെടെയുള്ള സർവീസിൽ എത്രയാണ് ഇതിന്റെ ശതമാനം എന്നുള്ളൊരു കണക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ 2 സ്റ്റാറ്റിസ്റ്റിക്സും എടുത്തു വെച്ചിട്ട് സംവരണം ഓരോ വിഭാഗത്തിനും കൊടുക്കേണ്ടതിന്റെ വിഹിതം പുനർനിർണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിലുള്ളത്. അത്തരം ശ്രമങ്ങൾ കാര്യമായിട്ട് ഇടപെടലുകളിലൂടെ ഉണ്ടായി വരട്ടെ എന്നാണ്. അത് ഏതായാലും ഇത്രയും നേരം നമുക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ സമയം നമ്മൾ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു. ബിൽ ടീച്ചർ പിന്നെ മറ്റ് പരിപാടികളുടെ തിരക്കിനിടയിൽ ഇന്ന് പോയി വന്നതാണ്. തിരക്കിനിടയിലും പോയി വന്ന നമ്മുടെ കൂടെയുള്ള ആളാണ്. ബിൽ ടീച്ചർക്ക് പിന്നെ വളരെയധികം നന്ദി അറിയിക്കാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അതുപോലെ ചർച്ചയിൽ ഇടപെട്ട മുഴുവൻ ആളുകൾക്കും ഈ അവസാനം വരെ ഏതാണ്ട് 30 ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.